ടേസ്റ്റി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ പ്രീത ചേച്ചി പഴമയുടെ രുചിക്കൂട്ടിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന നാടൻ കോഴി വറുത്തരച്ച് വെച്ചതും ഉണക്കക്കപ്പ വേവിച്ചതും കേട്ടോ. ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളവർക്ക് അത്ര ദഹിക്കുമോ അറിയില്ല. എന്നിരുന്നാൽ പോലും പഴമയുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരു ഏറ്റവും നല്ല ഐറ്റമാണ് ഈ വറുത്തരച്ച നാടൻ കോഴിയും പിന്നെ ഉണക്കക്കപ്പയും. അപ്പോൾ നമുക്ക് ആദ്യം നാടൻ കോഴീനെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ചൂടുവെള്ളം തിളച്ച വെള്ളത്തിലേക്ക് കോഴീനിട്ട് പൊക്കി പപ്പ് പറിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ തൊലി പൊളിക്കുന്നതല്ല. നാടൻ കോഴീനെ ഒരിക്കലും ആരും തൊലി പൊളിക്കാറില്ല. പൊളിക്കുന്നവരുണ്ടാവും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തൊലി കൂട്ടി ചെയ്യുന്നതിനാണ് ഗുണവും ഉണ്ട് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അതിന് വേണ്ടത് മുളക് പൊടി എടുക്കുക. പിന്നെ എൻ്റെ മാജിക് മസാല അത് 1 ടീസ്പൂൺ മതി. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക. അതിലേക്ക് നമ്മൾ ഇട്ട് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. അതിനുശേഷം ഇച്ചിരി വിനാഗിരി ഒഴിക്കണം. തേങ്ങയും കുത്തിയിടണം കേട്ടോ. വിനാഗിരിയും ഒഴിച്ച് വേണം നമുക്ക് തിരുമ്മി വെക്കാം. കാരണം നാടൻ കോഴിയല്ലേ, നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും തിരുമ്മി കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. ഒരു 5-8 വിസിലെങ്കിലും അടിക്കണം, എന്നാലാണ് ഇത് വേവുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പറിലിട്ട് ഞാൻ ചോപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അതേപോലെ തന്നെ എടുത്താൽ മതി. ഈ 3 കൂട്ടം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ മസാലയും അതും എടുക്കുക. അത് എടുത്ത് വെച്ചിട്ട് ശേഷം നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ പെരിഞ്ജീരകമാണ് എടുത്തിടുന്നത് കേട്ടോ. പെരിഞ്ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുക്കണേ. അപ്പോൾ അതങ്ങ് പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമ്മൾ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് നമ്മൾ ചോപ്പ് ചെയ്യാൻ വെച്ചു. ബാക്കി കുറച്ചുള്ളത് നമ്മൾ ഈ തേങ്ങയുടെ കൂടെ ഇട്ട് അരപ്പിനൊരു ടേസ്റ്റ് കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ കുറച്ച് കരിയാപ്പിലയ്ക്ക് ഇപ്പം ക്ഷാമമൊന്നുമില്ല, അല്ലെങ്കിൽ എന്തോരം കിട്ടാലും കരിയാപ്പില ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തിലും ഞാൻ ഒത്തിരി ഇടും, നമുക്ക് കരിയാപ്പില ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ഇടുക. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഉണക്കക്കപ്പയും ഈ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയം ജില്ല രാമപുരമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പുഴുക്കിൻ്റെ എന്ന് പറഞ്ഞാൽ കപ്പയുടെ നാടാണ്. പണ്ടുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ കപ്പയുള്ള നാട് അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന് രഹസ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. ഈ കപ്പയും നാടൻ കോഴി കപ്പ കൊണ്ടുള്ള ഇങ്ങനെ വെറൈറ്റി. പിന്നെ കപ്പയും പാവയ്ക്കാത്തോരൻ ഭയങ്കര കോമ്പിനേഷനാണ്. ഞാൻ അടുത്ത ദിവസം അത് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് മുതൽ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ്. അത് ഈയിടെയാണ് ഞാൻ അറിയുന്നത് ഇതിന് ഇത്രയും ഗുണമുണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് വറുത്ത് വാങ്ങി വെച്ചു. അരയ്ക്കാൻ വെച്ച സമയത്ത് നമ്മൾ കടുക് പൊട്ടിക്കുന്നു, അതിനോട്ട് വത്തളമുളക് ഇടുന്നു. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കുറച്ചൊന്നായി കഴിയുമ്പോൾ അതിലേക്ക് ഒത്തിരി സവാളയൊന്നും ഇട്ടാൽ നമ്മൾ തേങ്ങ വറുത്തരച്ച അത്യാവശ്യം കൊഴുപ്പുണ്ടല്ലോ, പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അത് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂട്ടി വറുത്തരച്ചില്ലേ, അതിട്ട് നമ്മൾ വെള്ളം ചേർത്താണ് കേട്ടോ അരച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് അരയണമെന്നേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടിട്ട് നമ്മൾ വെള്ളം അധികം ഇല്ല, ഒന്ന് മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത്, ഞാൻ പിന്നെ കഥ പറയാൻ മറന്നുപോയി. അന്നെങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പ വാട്ടി ഉണങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഘോഷമായിട്ട് ആഘോഷിച്ചിരുന്ന കാലമായിരുന്നു കേട്ടോ അന്ന്. ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കപ്പ കേട്ടോ. ആ കപ്പയുടെ കപ്പ തിന്നുന്നില്ല. ഇപ്പോൾ എല്ലാവരും പച്ചക്കപ്പയെ തിന്നുള്ളൂ. പച്ചക്കപ്പയ്ക്കാണെങ്കിലും ഉണക്കക്കപ്പയാണെങ്കിലും കപ്പ നല്ല ഒരു മലയാളികളുടെ ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പണ്ടത്തെ കാലത്ത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ വെച്ചിരിക്കുന്ന ഈ കോഴിയുടെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ഒഴിച്ച് ഇതിനകത്തിട്ടങ്ങ് മൂപ്പിക്കണം കേട്ടോ. അതുകൂടി ഇതിനകത്തിട്ടു. പിന്നെ നമ്മൾ ഈ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കഷ്ണം ഫുൾ എടുക്കണില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ ആൾ കുറവായതുകൊണ്ട് ഒന്നിച്ചതെല്ലാം ഉണ്ടാക്കി വെക്കില്ല, കുറച്ച് ഞങ്ങൾ ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കുക. ലാസ്റ്റ് കൊണ്ടുപോയി നമ്മൾ പച്ചമുളക് ഇടുവാണ്. ഈ പച്ചമുളക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പച്ചമുളക് ആദ്യം എല്ലാവരും ചെയ്യും, ആദ്യം പച്ചമുളക് ഇടും. പക്ഷേ അങ്ങനെ ഇടുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ലാസ്റ്റ് ഇടണം. പിന്നെ നമ്മൾ ഉണക്കക്കപ്പ വെള്ളത്തിൽ ഇടണം. വെള്ളത്തിൽ ഇട്ടിട്ട് തലേദിവസം ഒരു 3-4 മണിക്കൂർ മുമ്പ് മതി. എന്നിട്ട് അതിനെ കഴുകി വാരി നമ്മൾ തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ കപ്പ വേവും കേട്ടോ. പിന്നെ ഞങ്ങളുടെ കപ്പ എന്ന് പറഞ്ഞാൽ തൊണ്ടുള്ള കപ്പയാണ്. എന്ന് പറഞ്ഞാൽ രാമപുരംകാരുടെ കപ്പ എന്ന് പറഞ്ഞാൽ അവർ ചിരണ്ടിയാണ് കപ്പ എടുക്കുന്നത്. അല്ലാത്തവരൊക്കെ ഇവിടെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അവിടെയൊക്കെ അവർ പൊളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചിരണ്ടിയ കപ്പയ്ക്കാണ് ടേസ്റ്റ് കൂടുതലുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടിയും കാന്താരിമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, കരിയാപ്പില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരച്ചിട്ട് ഒതുക്കിയെടുക്കുക. എന്നിട്ട് കപ്പയ്ക്കകത്തിട്ട് ഉപ്പ് ഇട്ട് വേവിക്കുക, ഇളക്കിയെടുക്കുക.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.